രേണു സുധി ടോപ്പിക്ക് നമ്മളങ്ങനെ റെഗുലറായിട്ട് ഇപ്പം ചെയ്യാറില്ല. എന്തെങ്കിലുമൊക്കെ റെലവൻ്റ് ആയിട്ട് സംസാരിക്കണം എന്ന് തോന്നിയാൽ മാത്രമാണ് ഞാൻ രേണു സുധി വിഷയം എടുത്തു കൊണ്ടുവന്ന് വെച്ച് സംസാരിക്കാറ്. ലാസ്റ്റ് ടൈം അവരുടെ വീട് റിലേറ്റഡ് ആയിട്ടുള്ള സീനൊക്കെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ വിഷയം ചെങ്കി രേണു സുധിക്ക് കല്യാണം, കാമുകൻ, അവിഹിതം. ഞാനിത് കുറച്ച് ദിവസമായി റീലിൽ കാണാൻ തുടങ്ങിയിട്ട്. രേണു സുധി ആണെങ്കിലും ഇതിന് ഫ്യൂവൽ ചെയ്യുന്ന രീതിയിലുള്ള റീൽസും പോസ്റ്റും ഇൻ്റർവ്യൂവിലുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ ഓൺലൈൻ ചാനൽസിലുള്ള ബൈറ്റ് കൊടുക്കലൊക്കെ ആ രീതിയിൽ അവരും അതിന് ഫ്യൂവൽ ചെയ്ത് കത്തിക്കുന്നുണ്ട്, അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു സ്റ്റോറി ഭയങ്കരമായിട്ട് ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ നോക്കുന്ന, എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരാളെ വേണം എന്ന് തോന്നി തുടങ്ങി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയാണത്. അതിലൊരു ഹാർട്ട്, ഒരു തീച്ചിൻ്റെ, ഒരു സ്മൈലി, ഒരു കൂട്ട് വേണമെന്ന് മനസ്സ് ആഗ്രഹിക്കുക, അതാണ് അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇങ്ങനൊരു സ്റ്റോറി ഇട്ടതോട് കൂടിയിട്ട് എന്തായി, ഊഹാപോഹങ്ങളിൽ നിന്ന് അമ്പടാ, അപ്പം ഇവക്ക് ഇപ്പം സുധിയെ വേണ്ട, സുധി ഒഴിവാക്കി, സുധി ഇല്ല, സുധി ജസ്റ്റ് ഒരു പേരോ അല്ലെങ്കിൽ ഒരു ഓർമ്മയായിട്ട് മാത്രമാണ് ആ ലേഡിയുടെ കൂടെ ഉള്ളതെന്നുള്ളതൊക്കെ നമുക്ക് പറയാം. കാരണം സുധി ഈസ് നോ മോർ. ആൻഡ് സുധിയേക്കാൾ കൂടുതൽ ഒരു ഫെയിമാണ് ഇപ്പം രേണു. ഞാൻ പണ്ടുള്ള രേണു സുധി കണ്ടന്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടന്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ രേണു സുധിയാണ് ഉപയോഗിക്കുന്നത്, അവരും ലൈഫിൽ ഈ സുധിയെ ഒപ്പം വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇതവർക്കൊന്ന് മാറ്റിയിട്ട് രേണു രേണു ബിഗ് ബോസ് രേണു, ഇനിയിപ്പോൾ അങ്ങനെ പറയാം, അല്ലെങ്കിൽ രേണു സെലിബ്രിറ്റിയാണ് രേണു, അല്ലെങ്കിൽ അവരുടെ രേഷ്മ തങ്കച്ചൻ പഴയ പേര്, എന്തോ അവർക്ക് ഇഷ്ടമുള്ള പോലെ. ഈ സുധി സെൻറ്റിമെൻറ്റ്സ് എന്താണെങ്കിലും ഈ രേണു സുധിയിൽ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ആ ഒരു എന്താ പറയുക, ഭർത്താവ് മരിച്ച്, എന്താ പറയുക, ഒരു സാധനം ഉണ്ട് നമ്മുടെയൊക്കെ ഇപ്പോഴും സൊസൈറ്റിക്കകത്ത്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാരിങ്ങനെ കാലാകാലം കെട്ടാതെയും അല്ലെങ്കിൽ വേറെ ഇമോഷൻസ് ഒന്നും പങ്കുവെക്കാതെയും മക്കളെ മാത്രം നോക്കി, അല്ലെങ്കിൽ അവർ വേറെ ഒരു തരത്തിലുള്ള അവരുടെ ഇമോഷനും പുറത്ത് കാണിക്കാതെ അവർ ഭയങ്കര സാഡായി, അവർ നല്ല കളറുള്ള ഡ്രസ്സ് ഇടാതെ, വൈറ്റൊക്കെ പോട്ടെ, അത്യാവശ്യം നല്ല ഡ്രസ്സോ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് പോലും പോവാതെ അവരിങ്ങനെ കൂടണം എന്നുള്ള രീതിക്കുള്ളൊരു തോട്ടൊക്കെ സൊസൈറ്റിയിലുണ്ട്. അത് മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ മാറിയിട്ടുണ്ട്, പക്ഷെ ഒരു പരിധി വരെ മാറിയിട്ടില്ല. അപ്പം അങ്ങനത്തെ വിധവ സങ്കല്പങ്ങളൊക്കെ ഉള്ള ഒരു എന്താ പറയുക സൊസൈറ്റിയാണ് നമ്മളത്. അപ്പോൾ ആ ഒരു സൊസൈറ്റിയിൽ രേണു വാസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു തരം എക്സ്പീരിയൻസ് ആയിരുന്നു മലയാളികൾക്ക് ഈ ഒരു വിഷയത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. തുടക്ക സമയങ്ങളിൽ വളരെ ഇമോഷണലായിട്ടും വളരെ സെൻറ്റിമെൻ്റലായിട്ടും ആ ഒരു സുധി എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഹസ്ബൻഡ്, മരിച്ചുപോയ ഹസ്ബൻഡിന് ഇമോഷൻസ് അവർ കൃത്യമായിട്ട് ബിസിനസ് ചെയ്ത് വിൽക്കാൻ പറ്റിയവർക്ക് അത് മലയാളികൾ ഭയങ്കരമായിട്ട് ഏറ്റെടുത്തു. അതിനുശേഷം അത് കൃത്യമായ മാർക്കറ്റിങ്ങിലൂടെ, അതൊരു ഹെയ്റ്റ് എന്നുള്ളൊരു മാർക്കറ്റിങ്ങിലൂടെ, ഒരു നെഗറ്റീവ് മാർക്കറ്റിങ്ങിലൂടെ അവർക്ക് ബിഗ് ബോസ് വരെ എത്താൻ പറ്റി. സ്റ്റിൽ ഷീ ഈസ് എക്സിസ്റ്റിംഗ്. ഓക്കെ. ഒരു നല്ലൊരു ഗെയിമറാണ്. ഇപ്പോൾ ബിഗ് ബോസിലൊരു ഗെയിമറിനേക്കാൾ കൂടുതൽ അവർ റിയൽ ലൈഫിൽ ഭയങ്കര ഒരു ഗാംബ്ലിംഗ് ഗെയിമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ രേണു സുധിയുടെ പല സമയങ്ങളിലായിട്ടുള്ള ഈ വിവാഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് ഇനിയൊരു ബന്ധത്തെക്കുറിച്ചുള്ള അവരുടെ തോട്ട് പ്രോസസ്സ് മാറി വന്നതിൻ്റെ ഒരു കാര്യം നോക്കാം. ഞാൻ ഇത് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യുള്ളൂ. രേണു സുധി കല്യാണം കഴിക്കണം എന്ന് തന്നെ ഞാൻ പറയൂ. എന്താണ് രേണു സുധി പലപ്പോഴായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ വയ്ക്കാം. ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല. പിന്നെ എന്നെ അടുത്തറിയാത്ത ആൾക്കാർ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, കൂട്ടുകാരൊക്കെ ആണെങ്കിലും, അവര് പറഞ്ഞു തരും, നീ ചെറുപ്പമാണ്, ഇപ്പം വേണ്ട രേണു, മുന്നോട്ട് കല്യാണത്തെ പറ്റി ചിന്തിക്കണം, നല്ല ആലോചന വന്നാൽ കല്യാണം കഴിക്കണം, ഇപ്പോഴും പറഞ്ഞു തരുന്നവരുണ്ട്, ഇന്നും കൂടെ പറഞ്ഞു തരുന്നവരുണ്ട്. അപ്പം അതിനോടൊന്നും ഞാൻ കൂടുതലും ഒന്നും പ്രതികരിക്കാറില്ല, ചിരിച്ചങ്ങ് മാറും, അത്രേ ഉള്ളൂ. ഇല്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ തീരുമാനം. അത് കടുത്ത തീരുമാനം തന്നെയാണ്, അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. പബ്ലിക്കായിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് സുധിയൊക്കെ മരിച്ച് അവർക്ക് ആ ഒരു വീട് കിട്ടുന്ന ആ ഒരു ടൈം, ഓക്കെ, കിട്ടിയ ആ ഒരു ടൈമിലൊക്കെയാണ് അവർ ഇതൊക്കെ സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ആ ഒരു ടൈമിൽ അവരുടെ ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഈ സുധി എന്ന് പറഞ്ഞൊരു ഫാക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. ഫൈൻ. അവരുടെ ജീവിതം, അവരുടെ ഓരോ ഡെയിലി ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ വരുന്ന മീഡിയ എക്സ്പോഷറൊക്കെ സുധി എന്ന് പറഞ്ഞ ഒരാളുടെ മാത്രം എന്താ പറയുക ആ ഒരു ഇതിൻ്റെ മുകളിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അതിനവരെന്താണെങ്കിലും സുധിയോട് ഗ്രേറ്റ്ഫുൾ ആവും വേണം. ഓക്കെ. ഇനിയും ഒരു പോസിറ്റീവ് ഇമോഷൻ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു തരം എന്താ പറയുക അവർക്കൊരു കൺസിഡറേഷൻ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണവും ഈ സുധി ഫാക്ടർ തന്നെ ആയിരിക്കും. അല്ലാതെ അവർ ഈ റീസെൻ്റ്ലി ചെയ്തു വെച്ച ഒരു പരിപാടികളിൽ നിന്നും അവർക്കൊരു പോസിറ്റീവ് ഓറ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഓക്കെ, അവർക്കത് ആവശ്യം ഉണ്ടാവില്ല ചിലപ്പോൾ. എന്താണെങ്കിലും ഇതായിരുന്നു അവർ തുടക്ക സമയങ്ങളിൽ പറഞ്ഞിരുന്ന കാര്യം. പിന്നെ പിന്നെ ലേറ്റർ ഓൺ ചെറുതായിട്ട് ഇതൊക്കെ ഒന്ന് മാറി തുടങ്ങി. നാളെ ചിലപ്പോൾ മക്കളെല്ലാം 2 ആമക്കളാണ്. അവരെ ഇപ്പം ഞാൻ ഇതിലൂടെ ഞാനങ്ങ് പറയുകയാണ്, മക്കൾ ആമക്കളാണ്. ഇത്രയും നാളത്തെ തീരുമാനം ഓരോ മാനസിക അവസ്ഥകളിലാണ് വരുന്നത് ഇല്ലേ. ഒരു പെണ്ണോ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് പല മാനസികാവസ്ഥയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇനിയിപ്പോൾ നാളെ മക്കൾ പറയും അമ്മയ്ക്ക് കൂട്ട് വേണമെന്ന്, അവരും ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെയാണ്, എനിക്കതിനൊന്നും എതിർപ്പില്ല. ഇന്നല്ല നാളെ. ഇപ്പം പറയും അവള് പറഞ്ഞത് കെട്ടുന്നില്ലല്ലോ, കെട്ടായിക ഒന്നും അല്ല ഞാനിവിടെ കൂട്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നെ മനസ്സിലാക്കുന്ന അല്ലെ എന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എൻ്റെ മക്കളെ, എന്നെക്കാളും എൻ്റെ മക്കളെ അംഗീകരിക്കുന്ന ആരാണേലും അതാരും ആയിക്കോട്ടെ, ഇന്നല്ല എന്നെങ്കിലും ഭാവിയിൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എത്ര നാൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനങ്ങ് പറയുകയാണ്. ഇപ്പം എൻ്റെ മക്കൾ തന്നെ പറഞ്ഞു, കിച്ചുവിനോട് ചോദിച്ചു, കിച്ചുവിന് അമ്മയ്ക്ക് ഇഷ്ടമാണ് അമ്മ കല്യാണം കഴിച്ചോട്ടെ. കല്യാണവും അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു കൂട്ട് വേണമെന്ന് മക്കള് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത് ആ സമയത്ത് എന്താണോ തോന്നുന്നത് അത് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് രേണുസുതി പിന്നൊരു ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ആദ്യകാലങ്ങളിൽ ഈ കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ രേണുസുതിക്ക് ചെറുതായിട്ടൊരു മാറ്റങ്ങൾ വരുന്നു. മനുഷ്യനാടെ മാറണം, മാറ്റങ്ങൾ വരണം. ഷീസ് യങ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അവർക്ക് ഭർത്താവ് മരിച്ചു, 2 കുട്ടികളുണ്ട് എന്നുള്ളത് കൊണ്ടൊക്കെ അവർക്ക് അത് പറ്റില്ല, മനസ്സിലായോ? അവർക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ അതൊരു മനുഷ്യനെ കൊണ്ട് ഇമ്പോസിബിളാണ്. ചിലർക്ക് അത് സാധിക്കും, ചിലർക്ക് മോസ്റ്റ്ലി ആളുകൾക്ക് അത് സാധിക്കില്ല. നമ്മുടെ ഇമോഷൻസൊക്കെ പിടിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർ കല്യാണം കഴിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിൽ രേണുവിനെ നോക്കി കാണേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ രേണുവിൻ്റെ കല്യാണം നടക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. കാരണം രേണു ഇങ്ങനെ എന്താ പറയുക, അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് ഇപ്പോൾ നടക്കും കല്യാണം, മുസ്ലിമിനെയാണോ കെട്ടാൻ പോകുന്നത്, തട്ടം ഇടുക, അങ്ങനെ ഇങ്ങനെ ഈ കോണ്ടന്റ് കൊടുത്ത് നടക്കുന്നതിലുപരി നല്ലത് രേണുവിന് തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇതൊരു ബേർഡൻ ആയിരിക്കും. ആ ബേർഡൻ ആവുന്നതിന് മുമ്പ് രേണുവിന് ഒരു കല്യാണം കഴിച്ച് സെറ്റിൽ ഡൗൺ ആവണമെങ്കിൽ രേണു സെറ്റിൽ ഡൗൺ ആവണം. ഞാനൊരു അനിയൻ എന്നുള്ള നിലയ്ക്ക് വന്നിട്ട് തലയെടുത്ത് തരാം. ഞാൻ സീരിയസ് ആയിട്ട് പറയണം, അവർക്ക് എന്താ കല്യാണം കഴിക്കാൻ പാടില്ല രേണുസുതി കല്യാണം കഴിച്ചോട്ടെ. പക്ഷെ കല്യാണം അല്ലെങ്കിൽ അവർക്കൊരു അഫെയർ ഉണ്ട് എന്നുള്ളത് അവർ മാർക്കറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് വിഷയം പറ്റുന്നത്. ആ മാർക്കറ്റ് ചെയ്യുന്നത് കുറച്ച് കുറയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാതിരിക്കുക. പേഴ്സണൽ ലൈഫ് പേഴ്സണലായിട്ട് വെച്ചിട്ട് പോകുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ, അത് ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. അല്ലാത്ത പക്ഷം അവർക്ക് ഇത് സോഷ്യൽ മീഡിയയിൽ എനിക്കെന്താണെങ്കിലും ട്രെൻഡിങ് ആയിട്ട് നിൽക്കണം, വൈറലായിട്ട് നിൽക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കിയുള്ളവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ കുറേ സാധനങ്ങൾ എടുത്തിടാം എന്നുള്ള രീതിക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിപ്പോഴൊന്നും ഇതൊരു വിഷയമാവില്ല. നിങ്ങൾ ഭാവിയിൽ ഒരു കല്യാണം കഴിച്ച് സെറ്റിൽ ഡൗൺ ആവുമ്പോണ്ടല്ലോ, ആ വിവാഹ ജീവിതത്തിനെ വരെ ബാധിക്കുന്ന രീതിയിൽ ഈ സാധനങ്ങളൊക്കെ തിരിച്ചും മറിച്ചുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും കുത്തിയും പൊങ്ങിയൊക്കെ വരും ഈ സാധനങ്ങൾ. നമ്മൾ ഇപ്പോഴത്തെ ഒരു എക്സിസ്റ്റൻസും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സർവൈവലിന് വേണ്ടി കാണിക്കുന്ന ഗിമിക്കുകളൊക്കെ ഭാവിയിലായിരിക്കും നമുക്ക് പണി കിട്ടാൻ പോകുന്നത്. കാരണം ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ നിന്ന് പോകാൻ പോകുന്നില്ല. നമ്മൾ എന്ത് പറയുന്നു എന്തിടുന്നു ഇതൊക്കെ ഇവിടെ കിടക്കും. ഇത് മറ്റേ സ്റ്റാമ്പ് അടിച്ച പോലെ. അപ്പം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയും വരും. ഇതേ രേണുസുതി ഇപ്പം റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ പറഞ്ഞത്, കാമുക ഒന്ന് തെറ്റിദ്ധരിക്കരുത്, ഇവരെന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഇതൊക്കെ. അയ്യോ, ലൈൻ കട്ട് കിട്ടാനുള്ളതൊക്കെ കിട്ടി. ഇത് മതി കേട്ടാ, നമുക്കിത് മതി. ഇത് കട്ടില്ല. അങ്ങനെയുണ്ട്. ഇതൊക്കെ എന്താ പറയുക, ഇത് കാമുകൻ ഉണ്ടോ ഇല്ലേന്നല്ല, ഇവരായിട്ട് ഇട്ട് കൊടുക്കുന്ന നാടകമാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, കാമുകൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടാവണം എന്നേ ഞാൻ പറയുള്ളൂ. ഇല്ലാതെ നിങ്ങൾ സഫർ ചെയ്തിട്ട് അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകണമെന്നൊന്നും ആർക്കും അത് പറയാൻ പറ്റില്ല. എന്തത് പഴയ മറ്റേ സതി പരിപാടിയാണ്. ഭർത്താവ് മരിച്ചപ്പോൾ അതേ ചെയ്തേ ചാടണമെന്നും അല്ലെങ്കിൽ ഭർത്താവ് മരിക്കുമ്പോൾ മറയത്ത് പോയിരിക്കണമെന്നും കാലമൊന്നും അല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ഒന്ന് ഇവരുടെ എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് ഇവരത് കണ്ടൻ്റ് ആക്കുന്നു. രണ്ടാമത് ഇനിയിപ്പോൾ ഇവർ ആരെങ്കിലും ഭാവിയിൽ കല്യാണം കഴിച്ചാലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാലും ഇവർക്ക് ധൈര്യമായിട്ട് പറയാം, ഞാൻ പല സ്റ്റേജുകളിലായിട്ട് കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു, പിന്നെ ഞാൻ ഏതെങ്കിലും സ്റ്റേജിൽ എനിക്ക് തോന്നിയാൽ കഴിക്കുമെന്ന് പറയുന്നു, ഇപ്പം ഞാനൊരു കാമുകനുണ്ടെന്ന് പറയുന്നു. ചോദ്യം ചോദിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെ തിരിച്ചു ചോദിക്കും? നീ അല്ലടി പറഞ്ഞേ, വിരൽ ചൂണ്ടാൻ പറ്റില്ല. കാരണം അവർ പല സാഹചര്യങ്ങളിലായിട്ട് ഈ പുട്ടിൽ തേങ്ങണ പോലെ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പോയിട്ടുണ്ട്. രേണുവിനെ മാത്രം ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ രേണു ഒരു എൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ, വീടോ ആയതുകൊണ്ടായിരിക്കാം. സോ വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കണം, വെള്ളസാരി ഉടുക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഞാൻ ചെയ്യുന്നത്. അത് നമ്മുടെ നാട്ടില് കണ്ടാ അവർ പറയുന്നുണ്ട്, അവർക്കൊരു വിഡോ ആയതുകൊണ്ട് അങ്ങനെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അരി കിട്ടില്ല, അവരുടെ ജീവിതം മുന്നോട്ട് പോവില്ല. അവർ ആഗ്രഹിക്കുന്ന, അപ്പോൾ
കടവും പ്രശ്നങ്ങളും എല്ലാം തീർത്തപ്പോൾ ഒരു വീടായില്ലേ, നിങ്ങൾക്ക് അത്ര വലിയ കടവും പ്രശ്നമൊന്നുമില്ലല്ലോ, ബിഗ് ബോസ് പോയപ്പോൾ പൈസ കിട്ടിയില്ല, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. ആൻഡ് ആഫ്റ്റർ ബിഗ് ബോസ് നിങ്ങൾക്ക് വർക്കില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് എടീ ഒരാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ അവർക്ക് ചിലപ്പോൾ ഈ ഒരു ഇതാവും ഇവർ ഓപ്റ്റ് ചെയ്തത്. ഞാൻ പറയുന്നത് ഇതിൽ ഉപദ്രവം ആവാൻ പാടില്ല ഒരാൾക്ക്. ഇപ്പോൾ നിങ്ങൾ ആ വീട് തന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾ ഉപദ്രവമായി, അങ്ങനെ ഉപദ്രവം ആവരുത്, മനസ്സിലായോ? പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ആരും ഉപദ്രവിക്കാതെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടന്റും കൊടുത്ത് നിങ്ങൾ എന്ത് അപരാധം വേണമെങ്കിലും കാണിച്ചോ, നിങ്ങൾ എന്ത് മറ്റേ എന്താ പറയുക അവിഹിത കഥകളും വേണമെങ്കിൽ പുറത്തിട്ടോ, ഒക്കെ നിങ്ങളായിട്ട് ഇടുന്നതാണ് ഈ പ്രേക്ഷകർ കണ്ടിട്ട് അതിൽ റിയാക്ഷൻ ചെയ്യുന്നതും അതിനകത്ത് കമൻ്റ് ഇടുന്നതും. അതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു 50%, 50 അല്ല 90% എൻഡോസ് ചെയ്യേണ്ടത് രേണുസുതി തന്നെയാണ്. 10% മാത്രമേ എന്തുള്ളൂ എക്സ്ട്രീം രീതിയിലുള്ള അപരാധം പറയുന്നവരെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഇഗ്നോർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ 90% ആളുകൾ പറയുന്നത് നിങ്ങളെ പ്രൊവോക്കേഷന് മുകളിലാണ്, നിങ്ങൾ ഇട്ട് കൊടുത്തതിന് മുകളിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താ പറയുക, ഇതിൻ്റെ ഒരു പാറ്റേൺ ഭയങ്കര രസമായിരുന്നു. ഈ രേണുസുതിയുടെ അവിഹിതം, രേണുസുതിയുടെ കല്യാണം, രേണുസുതിയുടെ മറ്റേ കാമുകൻ, ഇതിൻ്റെ ഒരു പാറ്റേൺ. അതായത് ദാസേട്ടൻ കോഴിക്കോടിൽ നിന്ന് തുടങ്ങി, പിന്നെ ആ പ്രതീക്ഷ വന്നു, ഇപ്പം റീസെൻ്റ്ലി വേറൊരു ചെക്കനും വന്നിട്ടുണ്ട്. ഈ ചെക്കൻ വന്നോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു വേറൊരു എക്സ്ട്രീം ഫേസിലേക്ക് ഈ സാധനം പോയിട്ട് ഇപ്പോൾ ഡിസ്കഷനിൽ വന്നിട്ടുള്ളത്. നമുക്ക് അവിടെ ഫ്ലാറ്റിൽ അങ്ങോട്ട് വരാൻ പറയും, അപ്പാർട്ട്മെന്റ്. ചേച്ചിയുടെ കുറെ സാധനങ്ങൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയാ സാധനങ്ങൾ? കുറച്ച് ഡ്രസ്സ്, ഒരു ബാഗ്. എന്തൊക്കെ ഡ്രസ്സാണ് ഒരു മനുഷ്യനിടുന്ന എന്തൊക്കെയാണ് ഡ്രസ്സ്, അതൊക്കെ ആക്ച്വലി നീ തീർന്നു കേട്ടോ. അതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് രേണു പോയത്. അല്ലേ കുറെ ഉണ്ടായിരുന്നില്ല, ഷൂട്ടിന് വന്നപ്പോ കുറെ ലഗേജ് ആയിട്ട് വന്നു. അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം വരുമ്പോൾ അത് കൊടുക്കാന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അതിലൊക്കെ ഇന്റർവ്യൂവിനും കാര്യങ്ങളൊക്കെ ഷൂട്ടിനൊക്കെ പോകും. കാറിനുള്ളിൽ കയറി ഇരിക്കുവാണോ? കാറിനുള്ളിൽ കയറി ഇരിക്കാന്ന് രണ്ടുപേരുടെ ഭയങ്കര ചൂട് പുറത്ത്. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ഷൂട്ട്? അടിപൊളി ഷൂട്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ക്ഷീണിച്ചോ? അങ്ങനെ ക്ഷീണിക്കുന്നവരല്ല ഞങ്ങൾ, അല്ലേ? തീയിൽ കുരുത്തത് എത്ര ഷൂട്ടുകൾ. എനിക്ക് എന്തായാലും ആദ്യം ഞാൻ ഇങ്ങനെ ഇനി ഇതിനകത്ത് സ്പോഞ്ചെന്ന് പറയുന്നവർക്ക് എനിക്ക് ഒരു വിഷയമില്ല, അറിയാം, എനിക്കറിയാം എന്താണ്. അതുകൊണ്ട് എനിക്കിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമില്ല. സ്പോഞ്ചാണോ ഇത് എനിക്കറിയാം എന്താന്ന്. എനിക്കിപ്പോ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്കെങ്ങനെ അറിയാമോ? ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ സ്പോഞ്ച് കഥയും ഷൂട്ട് കഥയും ഇങ്ങനത്തെ ഒരു പക്കാ തുണ്ട് കുൽസിതം ആംഗിളിലുള്ള സംസാരം, ഡബിൾ മീനിങ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ, അതിൽ എൻജോയ് ചെയ്യുന്ന രേണുസുതി, അതിന് കൗണ്ടർ കൊടുക്കുന്ന ഈ പയ്യൻ, ഇങ്ങനെ ഈ യൂണിവേഴ്സ് ഇങ്ങനെ ബിൽഡായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ എനിക്ക് മനസ്സിലായിടത്തോളം ഇവരുടെ ചുറ്റുപാടുമുള്ള ആർക്കും ഇതിലൊരു നാണക്കേടോ മാനക്കേടോ ഇല്ല. ഇവരവർക്കൊക്കെ മറ്റേ കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയാണ്. ഞാൻ ഇവർക്കെന്ന് പറഞ്ഞില്ല, ഇവരൊപ്പമുള്ളവർക്കും കൂടി അങ്ങനെ ആയതുകൊണ്ട് അവരാരും ഇത് ബോധർ ചെയ്യുന്നില്ല തോന്നുന്നു. അപ്പം മക്കളാണെന്നുണ്ടെങ്കിലും ഒരാൾ വളരെ ചെറുതാണ്, ഒരാൾ പിന്നെ അതൊന്നും ബോധർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവൻ്റെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവുന്നത്. പിന്നെ അമ്മ, അച്ഛൻ, പെങ്ങള്, അവരൊക്കെ ഇത് ഏത് സെൻസിലാണ് എടുക്കുന്നതെന്ന് അറിയാം. അവൾ എന്തും പറഞ്ഞോട്ടെ, എന്തും ചെയ്തോട്ടെ, എൻഡ് ഓഫ് ദ ഡേ അവർക്ക് അതിൽ അവൾ വരുമാനം കൊണ്ടുവരുന്നുണ്ട്, ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഒരു ലൈനിൽ എടുക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ നാട്ടുകാർ നിങ്ങളുടെ ഡാറ്റിയും കളഞ്ഞ് അതിനടി പോയിട്ട് രേണുസുദീനെ കുറേ അപരാധം പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അതിനടി പോയി കുറച്ച് കമന്റ് ഇട്ടോ, നിങ്ങൾക്ക് മനസ്സമാനം കിട്ടുന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവർക്കാണ് എൻഡ് ഓഫ് ദ ഡേ അവർക്കാണ് റീച്ച് കിട്ടുന്നത്. ഇപ്പോഴും ഈ യുദ്ധത്തിൻ്റെയൊക്കെ ഇത്രയും വലിയ ന്യൂസുകൾ വരുമ്പോഴും ഇവിടുത്തെ മീഡിയ ഈ രേണുസുദീൻ്റെ കാമുകനാര്, രേണുസുദീൻ്റെ കല്യാണം, രേണുസുദി അങ്ങനെ എന്നൊക്കെ ടേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാനാണെങ്കിൽ പോലും ഒരു വീഡിയോൻ്റെ ഇത് പുഷ് ചെയ്ത് ഈ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ വരെ എത്തുന്നത് എങ്ങനെ? ഷീ ഈസ് ഗെറ്റിംഗ് മാസീവ് ട്രാക്ഷൻ. ആ കണ്ടന്റ്, ആ ട്രാക്ഷൻ അവരുണ്ടാക്കുന്നുണ്ട്. അത് ഈ മാതിരി അപരാധത്തു നിന്നാണെന്നുണ്ടെങ്കിൽ ലെറ്റ് ഹർ. അപ്പോൾ അത് അവർ ഫേസ് ചെയ്യുന്നുണ്ട്, അത് ഫേസ് ചെയ്യാൻ റെഡിയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ഒരാളുടെ കല്യാണം, ഒരാളുടെ ഇതൊക്കെ അവർ വിൽക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ അവർ വിൽക്കും. നാട്ടുകാർ അതിൽ ഒപ്പീനിയൻ പറയും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറയുമ്പോൾ കല്യാണം കഴിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കല്യാണം കഴിക്കാതെ ഇരിക്കരുത്, മനസ്സിലായോ? കല്യാണം കഴിച്ചതിന് ശേഷമായിരിക്കും ബാക്കി നിങ്ങൾക്ക് പണി വരാൻ പോണേന്നുള്ളതാണ്. കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ കിട്ടുന്നതിനേക്കാൾ എക്സ്ട്രീം ലെവൽ ഓഫ് അടികൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇതേ സോഷ്യൽ മീഡിയ സ്പേസിനകത്തുനിന്ന്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അത് വേറൊരു തരം കണ്ടൻ്റായിട്ട് എടുക്കേണ്ട ഒരു അവസ്ഥയും വരും ഇത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ. മനസ്സിലായി? ഈ ഒരു സാധനം അല്ല, നിങ്ങളിത് ജസ്റ്റ് എന്താ പറയുക,
ആ ലൈം ലൈറ്റിൽ നിൽക്കുക എന്നുള്ളൊരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ എൻ്റർടൈൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ്സ് ഫൈൻ. കാരണം എവിടെയും ആരെങ്കിലും രേണുസുധീൻ്റെ ഒരു എന്താ പറയുക കാമുകനെ കണ്ടിട്ടുണ്ടോ? ഇതിറ്റ്സ് ഇമാജിനറി കാമുകൻ ഉണ്ട് എന്നുള്ളതേ പറയുന്നുള്ളൂ. ഒരു കല്യാണം കഴിക്കുന്നേ പറയുന്നുള്ളൂ, അവർക്കൊരു കൂട്ട് വേണമെന്നേ പറയുന്നുള്ളൂ. മനസ്സിലായില്ല? അപ്പം അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ അതവർ ഇതും കണ്ടൻറ്റാണ്, നാളെ അവർക്ക് അതും കണ്ടൻറ്റായിരിക്കും. ബേസിക്കലി രേണു നോ ഹൗ ടു പ്ലേ വിത്ത് ഇറ്റ്. എന്താണെങ്കിലും രേണു സുധിയിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടുണ്ട്. സുധിയുടെ ട്രോമാസ് ഇപ്പോൾ രേണുവിനില്ല. അതിനൊരു പ്രൂഫ് ഞാൻ വെച്ചുതരാം. മരിക്കുന്നതിന് തലേന്ന് 2-3 വട്ടം പറഞ്ഞ വാരി തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചുമ്മാ തമാശ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെയും പറഞ്ഞപ്പോ പിന്നെ മത്തിക്കറിയായിരുന്നു തന്നെത്താനെ ഉണ്ടാക്കിയ ആള് ഉണ്ടാക്കിയിട്ട് വാരിത്തരാൻ പറഞ്ഞു. 2-3 വട്ടം പറഞ്ഞു. അപ്പൊ എനിക്ക് വേണം മടിയായിട്ട് പുള്ളി എനിക്ക് വാരിത്തന്നു, കൊറേ വാരിത്തന്നു. ഞാൻ പുള്ളി കാണാൻ പോയി തുപ്പിയിട്ട് വന്നു. അപ്പൊ എന്നോട് ചോദിച്ചു ഇനിയിപ്പോ തുപ്പിയല്ല. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ ഞാൻ കഴിച്ചെന്ന് പറഞ്ഞു. പുള്ളി ചോദിച്ചു പിന്നെ പുള്ളിക്ക് കുറച്ച് വാരിക്കും. മരിക്കുന്നതിന് തലേന്ന് പിറ്റേ ദിവസം മരിക്കും. ഇത് സുധി മരണം സംഭവിക്കുന്ന സമയത്ത് ഭക്ഷണം വാരി കൊടുത്തതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ രേണു പറയുന്നത്. പക്ഷേ രേണുവിൻ്റെ ഒരു മേജർ കണ്ടൻറ്റിൻ്റെ ഭാഗമാണ് ഈ ഫുഡ് വാരി കൊടുക്കുന്ന പരിപാടി. ഞാനിവിടെ സൈഡിൽ വയ്ക്കാം. രേണുവും വാരി കൊടുക്കാറുണ്ട്, രേണുവിനും ആളുകൾ വാരി കൊടുക്കാറുണ്ട്. ആക്ച്വലി നമുക്കിപ്പോൾ ഒരാളോട് ഭയങ്കര ഒരു സ്നേഹം ഇഷ്ടമാണ്, അയാളുടെ ലാസ്റ്റ് മൊമെൻറ്റ്സിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ഭയങ്കര നമുക്ക് ഹേർട്ട് ചെയ്യുന്ന, നമ്മളെ ഹോണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് വിചാരിച്ചു. അപ്പോൾ രേണു പറഞ്ഞല്ലോ സുധി വാരി കൊടുത്തിട്ട് അത് രേണു പോയി തുപ്പിയിട്ട് വന്നു എന്നുള്ളത്. ഞാൻ എന്നെപ്പോലത്തെ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കാര്യം പറയാം. രേണു എങ്ങനെ ഇപ്പം എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ എന്നെപ്പോലെ ഒരാളുടെ കാര്യം പറയാം. എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ ലാസ്റ്റ് മൊമെൻറ്റിൽ അയാളുടെ ഭയങ്കര ഒരു ആഗ്രഹമാണ് എനിക്ക് വാരി തരുന്നത്. അത് വാരി തന്നിട്ട് ഞാൻ എന്തെങ്കിലും വേറെ മൈൻഡിലോ അല്ലെങ്കിൽ എനിക്കത് കറി ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ എൻ്റെ വായ നിറയും വാട്ട് എവർ റീസൺ ഞാനത് പോയി തുപ്പി. ഓക്കെ, ആ വ്യക്തി അത്രയും ഇഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കി എനിക്ക് വാരി തരണം 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 എന്ന് പറഞ്ഞു തന്നൊരു സാധനം ഞാൻ തുപ്പിയിട്ട് പോകുന്നു. ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് അയാൾ ഇല്ലാതാകുന്നു. പിന്നെ ആർക്ക് വാരി കൊടുക്കുന്നത് കണ്ടാലും നമുക്ക് വാരി തന്നാലും നമ്മളെ കണ്ണ് നിറയും, അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ട്രോമയായിരിക്കും. നമ്മളത് ഞാൻ പറയും, ഞാൻ പറയും, എനിക്ക് പിന്നെ അത് ഭയങ്കര സീനായിരിക്കും എനിക്കത്. അപ്പോൾ ഞാനതാ പറയാം, അതുപോലത്തെ ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പം ഇത് ഓക്കെ ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് മൂവ്ഡ് ഓൺ. ആ ട്രോമയിൽ നിന്ന് സുധി എന്ന് പറഞ്ഞ ഫാക്ടറിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആയിട്ടുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. കാലാകാലം ഈ സുധിയെ കെട്ടിപ്പിടിച്ചിട്ട് രേണുവിന് നടക്കാൻ പറ്റില്ല. പേരിൻ്റെ അറ്റത്തുള്ള ആ സുധി എന്ന് പറഞ്ഞ ആ ഒരു സുധി എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റിനേക്കാൾ വലുതായിട്ടുണ്ട് ഇപ്പുറത്ത് രേണു എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റി. മനസ്സിലായോ? അതിൻ്റെ വളർച്ച കൂടുതലാണ്. അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് വാട്ട് എവർ ആസ്പെക്ട്, സുധിയേക്കാൾ കൂടുതലായിട്ട് ഇപ്പുറത്ത് രേണു എന്ന് പറഞ്ഞ എലമെൻറ്റ് സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്ന് വളർന്നു പോയി. പിന്നെ മരിച്ച ഒരാൾക്ക് വളരാൻ പറ്റില്ല, അയാൾക്ക് ഇമോഷണലി ഉള്ള ഗ്രോത്തേ ഉള്ളൂ. ഇനിയും ചിലപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ സുധി എന്ന് പറഞ്ഞ ഫാക്ടർ മാറ്റി വെച്ചാലും ആ വേറെ ആളെ കല്യാണം കഴിച്ചാലും എന്തെങ്കിലും നിങ്ങൾക്കൊരു പോസിറ്റീവ് കൈൻഡ് ഓഫ് ഓറ കിട്ടണമെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് ഈ സുധിയെ തന്നെ കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ ആ സുധിയെ നിങ്ങൾക്ക് തരാൻ പോകുന്നുള്ളത് മാത്രം ആലോചിക്കുക. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് കല്യാണം കഴിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടേ പറ്റൂ, നിങ്ങൾക്ക് ഒരാളുടെ എന്താ പറയുക കൂട്ട് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി കല്യാണം കഴിക്കണം. പക്ഷെ അത് കണ്ടൻ്റ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് കുറച്ച് സീനുള്ള പരിപാടിയാണ്. അതിൽ സംസാരിക്കുന്നവരെതിരെയോ അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നതിനെതിരെയോ ഒക്കെ നിങ്ങൾ ഇങ്ങനെ ഘോരമായി വന്നിട്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് പോയാലൊന്നും സൊസൈറ്റി അത് ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം നിങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്ന പരിപാടികളാണ്. ഇപ്പോൾ ഒരു ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് കുറേ റീൽസ് കിടന്ന് ഇറങ്ങുന്നുണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് ഷൂട്ടിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ ആർട്ടിസ്റ്റും ഇനി വലുതോ ചെറുതോ ആയിട്ടുള്ള ഇങ്ങനത്തെ സെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് റീൽസ് എടുക്കാൻ പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ പോലും ഇങ്ങനത്തെ എന്താ പറയുക ഈ ബാക്കി സോഷ്യൽ മീഡിയയിൽ വരാൻ പാകത്തിന് സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ കണ്ടൻറ് പേജുകളിൽ ഓൺലൈൻ മീഡിയാസിൻ്റെ പേജുകൾക്ക് വേണ്ടിയുള്ളൊരു കണ്ടൻറ്റിൻ്റെ വേറൊരു ഷൂട്ട് ആരും കൊടുക്കാറില്ല. അപ്പോൾ അവിടെ ഒരു ഷൂട്ട് OG ഷൂട്ട് നടക്കുന്നുമുണ്ട്, കൂട്ടത്തിൽ റീൽസിൻ്റെ ഷൂട്ട് നിങ്ങൾ ബാക്കിയുള്ളവരെ ജനങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ ഇട്ട് കൊടുക്കുന്ന സാധനങ്ങളും ഒരു സൈഡിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രൈവസിയിലേക്ക് നാട്ടുകാർ എത്തി നോക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ പ്രൈവസി ഇല്ല, നിങ്ങൾക്ക് പ്രൈവസി ഇല്ല. രേണുവിന് പ്രൈവസി ഇല്ല. ഫോണിൽ DP മാറ്റി എന്ന് പറഞ്ഞിട്ട് വരെ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയെന്ന്. സുധിയുടെ ഫോട്ടോ മാറ്റിയിട്ട് അവിടെ ജീസസിൻ്റെ ഫോട്ടോ വെച്ചപ്പോൾ താടി മീശി വെച്ച ഒരാളെ DP ആക്കി എന്നൊക്കെ പറഞ്ഞുള്ളൊരു റീലൊക്കെ കാണാണ്ടായിരുന്നു. ഞാനത് സൗണ്ടിൽ വെക്കുന്നില്ല, സൈഡിൽ വെച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു വിധവയാണെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഡ്രസ്സ് ഇട്ട് നടക്കാൻ പാടില്ല,
മേക്കപ്പ് ഇടാൻ പാടില്ല, അവർക്ക് റീൽസ് എടുക്കാൻ പാടില്ല, രേണു നടക്കുന്ന പോലെ നടക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ മാറി വന്നതാണ് രേണു എന്നുള്ളൊരു എക്സാമ്പിൾ. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ഇനി അടുത്തത് അവർക്കൊരു കൂട്ട് വേണം, അവർക്ക് കല്യാണം കഴിക്കണം. കഴിച്ചോ, നമ്മളാരും അതിൽ കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല, കഴിക്കുക വേണ്ടത്. ഞാൻ പറഞ്ഞു, അവരെ കല്യാണം കഴിക്കുമ്പോൾ ഇത്രയും അവരെക്കുറിച്ച് കണ്ടന്റ് ചെയ്ത ഓരോരുത്തരും അവിടെ പോയിട്ട് 2 പൂവെങ്കിലും പറഞ്ഞിട്ട് പോകണം. അവർ കല്യാണം കഴിക്കട്ടെ, അത് എൻകറേജ് ചെയ്യണം, അത് അപ്രിഷിയേറ്റ് ചെയ്യണം. പക്ഷെ കല്യാണം കഴിഞ്ഞോ അല്ലെങ്കിൽ കഴിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും നമ്മളാരും അല്ല ഇതിൻ്റെ എന്താ പറയുക അക്കൗണ്ടബിലിറ്റി എടുക്കേണ്ടത്. അതൊക്കെ രേണുവായിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ രേണുവായിട്ട് ആ രീതിക്ക് എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷവും പിന്നെ അതിന് മുമ്പോ ഇപ്പോഴോ ഒക്കെ ആയിട്ട് വന്നിരുന്നിട്ട് അയ്യോ എന്നെ പറയുന്നതെന്ന് പറയുന്നതും ഒരു കൈൻഡ് ഓഫ് കണ്ടന്റ് മേക്കിംഗ് ആണെന്നുള്ളത് പ്രേക്ഷകരും തിരിച്ചറിയുക. രേണുവിൻ്റെ കേസിൽ വീഡിയോ ചെയ്യുന്ന പലർക്കും ഭയങ്കര ഹെയ്റ്റ് ആൻഡ് നെഗറ്റീവ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഇത് കാണാൻ ആളുണ്ട്. ഈ സംസാരം വന്നു കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക അവരുടെ തോട്ട്സ് ഇടാനും അവർക്ക് എന്താ പറയാമെന്നുള്ളത് ഷെയർ ചെയ്യാനും ആളുകളുണ്ട്. സോ ഷീസ് എ പ്രോപ്പർ കണ്ടന്റ്. മലയാളം എന്താ പറയുക ചാനലുകളിൽ മലയാളി പ്രേക്ഷകർക്കിടയിൽ ഇങ്ങനെ നിന്ന് പോവാണ് അവർ. ഓക്കെ, അപ്പോൾ അവരുടെ എല്ലാം വിൽക്കുന്നുമുണ്ട് ഇതിനകത്ത്. അവരുടെ പേഴ്സണൽ ലൈഫ് അടക്കം പേഴ്സണൽ കാര്യങ്ങളൊക്കെ കൊടുന്നവർ ഇതിനകത്ത് വിൽക്കുന്നുമുണ്ട്. സോ അങ്ങനെയുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു റീച്ചും എക്സിസ്റ്റൻസും ഉണ്ടാവില്ലോടെ. അതവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളവർ അതിൽ ക്യാഷും ചെയ്യുന്നുണ്ട്. അവർ കല്യാണം കഴിക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കട്ടെ, എഗെയിൻ ദാറ്റ്സ് അനദർ കണ്ടന്റ്. ഓക്കെ, ഇപ്പം കേരളത്തിൽ രേണു സുധിയുടെ കാമുകൻ ഹണ്ടാണ് നടക്കണമെന്നുണ്ടെങ്കിൽ നാളെ രേണു സുധി വിവാഹം, മാംഗല്യം, അങ്ങനെയൊക്കെ എന്തെങ്കിലും പേരിൽ ഒരു റിയാലിറ്റി ഷോ ഒക്കെ വേണമെങ്കിൽ തുടങ്ങാം. ഞാൻ പുതിയൊരു തോട്ടായിരിക്കും ഇട്ട് കൊടുക്കുക, നിങ്ങൾ രേണു സുധിയെ വെച്ചിട്ട് രേണു സുധി മാംഗല്യം എന്ന് പറഞ്ഞുള്ളൊരു സാധനം തുടങ്ങി. ഹെവി സാധനമായിരിക്കും, ഹെവി കണ്ടന്റ് ആയിരിക്കും. ഈ രാഖി സാവന്തിൻ്റെ ഒക്കെ ഒരു സാധനം ഉണ്ടായിരുന്നു ഇതേപോലെ. ഹിന്ദിയിലൊക്കെ 1-2 ഷോ വന്നിട്ടുണ്ട് അതേപോലെ. അതുപോലെ എന്തെങ്കിലും സാധനമൊക്കെ സെറ്റ് ചെയ്യും, അത് വേറെ ലെവൽ സാധനമായിരിക്കും അത്.